ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ്. അപ്പോൾ മൾട്ടി വൈബ്രേറ്റേഴ്സ് എന്നുള്ള വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക, യൂട്യൂബ് ചാനലിൽ കയറി കണ്ട് ആ വീഡിയോ കാണാം. അത് കണ്ട ശേഷം മാത്രം നമുക്ക് ഇങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ പേര് തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞ സ്റ്റെബിലിറ്റി ഇല്ല. സെമി സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് നമുക്കിവിടെ വരുന്നത്. അതായത് ചിലപ്പോൾ T1 എന്നുള്ള ഓൺ ആവും, T2 എന്നുള്ള ഓഫ് ആവും. അടുത്ത സൈക്കിൾ ആകുമ്പോൾ T2 ഓൺ ആവും, T1 എന്തായിരിക്കും, ഓഫ് ആയിരിക്കും. അതുകൊണ്ട് സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അതിനെ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. മൾട്ടി വൈബ്രേറ്റേഴ്സ് എന്താ ഞാൻ പറഞ്ഞു, നമുക്ക് സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുന്നതാണ് മൾട്ടി വൈബ്രേറ്റേഴ്സ്. അതിൽ 2 ട്രാൻസിസ്റ്റർ ഉണ്ട്. ഒരു T1 എന്നുള്ള ട്രാൻസിസ്റ്ററും T2 എന്നുള്ള ട്രാൻസിസ്റ്ററും. T1 എന്ന ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് ഇവിടെയുള്ളത്. അപ്പോൾ സി എന്ന് എഴുതിയാണ് ഔട്ട്പുട്ട്. എന്ത് ചെയ്യും, ഈ C1 വഴി മറ്റേ T2 എന്നുള്ള ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് കൊടുത്തത്. അടുത്ത് നോക്കുമ്പോൾ ഈ T2 എന്നുള്ള ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ട് ഇവിടെയാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് C2 എന്നുള്ളൊരു കപ്പാസിറ്റർ വഴി അടുത്ത ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് കൊടുത്തു. അപ്പോൾ നമ്മൾ ആ ബ്ലോക്ക് ഡയഗ്രാം പറഞ്ഞ പോലെ എന്താണ്, ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് മറ്റേ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്ത് അതിൻ്റെ കൂടെ പ്രോപ്പർ ആയിക്കാണ്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കൺസ്ട്രക്ഷനിൽ VCC, RC1, RB1, RB2, RC3 ബയാസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. C1, C2 കപ്പാസിറ്റേഴ്സാണ്. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അറിയാം. RE എന്താണ്, എമിറ്റർ റെസിസ്റ്റൻസ്. CE എമിറ്റർ കപ്പാസിറ്റൻസ്. ഇവിടെ അതുപോലെ തന്നെ എമിറ്റർ റെസിസ്റ്റൻസ് ട്രാൻസിസ്റ്റർ 2ൻ്റെ, എമിറ്റർ കപ്പാസിറ്റർ ട്രാൻസിസ്റ്റർ 2ൻ്റെ എഴുതാം. പിന്നെ കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ് കാര്യങ്ങളൊക്കെ എഴുതാം. അപ്പോൾ വേറെ ഒരു ട്രാൻസിസ്റ്റർ ഒരു സമയം ഓണോ, ആ സമയത്ത് മറ്റേ ട്രാൻസിസ്റ്റർ എന്തായിരിക്കും, ഓഫ് ആയിരിക്കും. സൈക്കിൾ മാറുന്ന സമയത്ത് T2 എന്നുള്ള ട്രാൻസിസ്റ്റർ ഓൺ ആവുന്ന സമയത്ത് T1 എന്നുള്ള ട്രാൻസിസ്റ്റർ എന്തായിരിക്കും, ഓഫ് ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ. നമുക്ക് വർക്കിങ്ങിലേക്ക് പോകാം. വർക്കിങ്ങിൽ പോകുമ്പോൾ നമ്മൾ ഒരു ട്രാൻസിസ്റ്റർ, ഇപ്പോൾ ഏത് ട്രാൻസിസ്റ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക. ഞാനിവിടെ T1 എന്നുള്ള ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും, ആദ്യം അതിൻ്റെ ബേസിലേക്ക് ഒരു ഹൈ സിഗ്നൽ വന്നു എന്നുള്ളൊരു കൺസിഡറേഷനാണ് നൽകുന്നത്. അപ്പോൾ T1 എന്നുള്ള ട്രാൻസിസ്റ്റർ, ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് നമ്മൾ സപ്ലൈ ഓൺ ആവുന്ന സമയത്ത് ട്രാൻസിസ്റ്ററിൻ്റെ ഇതിലേക്ക് എന്ത് ചെയ്യും, ഒരു ഹൈ സിഗ്നൽ വന്നു. അപ്പോൾ ബേസിലേക്ക് ഹൈ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, കളക്ടറിൽ എന്തുണ്ടാവും, കറണ്ട് കൂടും. പക്ഷെ എന്താണ്, വോൾട്ടേജ് കുറവാണ്. ആ കുറഞ്ഞ വോൾട്ടേജ് C1 എന്നുള്ള ഈ ഒരു കപ്പാസിറ്റർ വഴി നേരെ എന്ത് ചെയ്യും, T2 എന്നുള്ള ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ പോയി. ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ട്രാൻസിസ്റ്റർ 1ൻ്റെ ബേസിൽ ഒരു ഹൈ സിഗ്നൽ വന്നു. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഫസ്റ്റത്തെ നിങ്ങൾക്ക് T1 T2 എടുത്ത് വേണമെങ്കിൽ പറയാം. പക്ഷേ T1 എടുത്ത് ഞാൻ കൺസിഡർ സമയത്ത് ഒരു ഹൈ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കളക്ടർ കറണ്ട് എന്തായിരിക്കും, ഈ കളക്ടറിൻ്റെ കറണ്ട് കൂടുതലായിരിക്കും, പക്ഷേ അവിടുത്തെ വോൾട്ടേജ് കുറവായിരിക്കും. അപ്പോൾ വോൾട്ടേജ് കുറവാണ്. അപ്പോൾ T1 എന്നുള്ള ട്രാൻസിസ്റ്റർ ഇപ്പോൾ ഹൈ സിഗ്നൽ വന്നുകൊണ്ട് എന്ത് ചെയ്യും, പകുതി എന്തായിരിക്കണം, ഓൺ ആയിരിക്കണം, ഒരു സാച്ചുറേഷൻ കണ്ടീഷനിലാണ്. അപ്പോൾ C1 എന്നുള്ള കപ്പാസിറ്റർ വഴി ഔട്ട്പുട്ടിലുണ്ടായ, ഇൻപുട്ടിൽ ഹൈ വോൾട്ടേജ് ആകുമ്പോൾ ഔട്ട്പുട്ടിൽ ലോ വോൾട്ടേജ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ലോ വോൾട്ടേജ് C1 എന്നുള്ള കപ്പാസിറ്റർ വഴി ലോ വോൾട്ടേജ് C1 എന്നുള്ള കപ്പാസിറ്റർ വഴി T2 എന്നുള്ള ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലെത്തി. അപ്പോൾ സ്വാഭാവികമായിട്ട് ആലോചിക്കുക, ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ ലോ വോൾട്ടേജ് വരുമ്പോൾ, ഞാൻ പറഞ്ഞാണ് ലോ വോൾട്ടേജ് വരുന്ന സമയത്ത് എന്തായിരിക്കും, ഔട്ട്പുട്ടിലാണ് കറണ്ട് കുറവായിരിക്കും, പക്ഷേ അവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇവിടെ വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിഗ്നൽ ലോ ആയി കഴിഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ടിലാണ് വോൾട്ടേജ് കൂടുതലാണ്. അതെന്ത് ചെയ്യും, C2 എന്നുള്ള കപ്പാസിറ്റർ വഴി നേരെ എന്ത് ചെയ്ത് ഈ ഫസ്റ്റ് T1 ട്രാൻസിസ്റ്ററിന് കൊടുത്തു. അപ്പോൾ ഇവിടെയുള്ളതാണ് ഹൈ വോൾട്ടേജ്. സ്വാഭാവികമായിട്ടും ട്രാൻസിസ്റ്ററിൻ്റെ T1ൻ്റെ ബേസിലെത്തി. ഇപ്പോൾ ഇവിടെ നടന്നത് ഇങ്ങനെ ലോ സിഗ്നൽ കൊടുത്തു, അല്ലെ ഹൈ സിഗ്നൽ കൊടുത്തു, അവിടെ ലോ ഉണ്ടാക്കി, അത് നേരെ C1 വഴി ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ C1 എത്തുമ്പോൾ ലോ സിഗ്നലാണുള്ളത്. ആ ലോ സിഗ്നൽ കാരണം എന്ത് ചെയ്യും, ഒരു ഹൈ വോൾട്ടേജ് ഉണ്ടാക്കി, അത് നേരെ C2 ഇവിടെ എത്തി. ഒരു കംപ്ലീറ്റ് സൈക്കിളായ സമയത്ത് T1 ഇപ്പോൾ എന്താണ്, നമുക്ക് ഒരു ഹൈ വോൾട്ടേജാണ് വന്നിരിക്കുന്നത്. ഹൈ വോൾട്ടേജ് വരുമ്പോൾ ഞാൻ പറഞ്ഞു, വീണ്ടും T1 ഹൈ വോൾട്ടേജ് വന്നു. ഈ ഒരു കംപ്ലീറ്റ് സൈക്കിളായി കഴിയുമ്പോൾ T1 എന്നുള്ള എന്തായിരിക്കും, ഓൺ കണ്ടീഷനിലായിരിക്കും. ഞാൻ പറഞ്ഞു T1ൻ്റെ ബേസിൽ, ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ T1 എന്ന് കൺസിഡർ ചെയ്യേണ്ട, ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ ഹൈ വോൾട്ടേജ് വരുമ്പോൾ ട്രാൻസിസ്റ്റർ T1 എന്നുള്ള എന്തായിരിക്കും, സാച്ചുറേഷൻ കണ്ടീഷനിൽ, ഓൺ കണ്ടീഷനിലായിരിക്കും. വീണ്ടും നോക്കുക, അവിടെ ഹൈ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, സ്വാഭാവികമായിട്ടും അതിൻ്റെ കളക്ടർ കറണ്ട് എന്തായിരിക്കും, ഇവിടെ കളക്ടറിൻ്റെ കറണ്ട് കൂടുതലായിരിക്കും, വോൾട്ടേജ് എന്തായിരിക്കും, കുറവായിരിക്കും. വീണ്ടും C1 വഴി ഈ ഒരു വോൾട്ടേജ് ഇങ്ങോട്ടെത്തും. അപ്പോൾ ഇതിവിടെ ഫുള്ളായി ഓൺ ആവും. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഇവിടെ എന്ത് ചെയ്യും, ട്രാൻസിസ്റ്ററിൻ്റെ ഒരു സൈക്കിൾ ഫുള്ളാണ് സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, T1 എന്നുള്ള ഇതിൽ ഒരു ഹൈ സിഗ്നൽ വന്നു. അപ്പോഴാണ് കംപ്ലീറ്റ് ആയിക്കാണ്ട് T1 എന്നുള്ള ട്രാൻസിസ്റ്റർ എന്താണ്, ഓൺ ആവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കളക്ടറിൻ്റെ കറണ്ട് എന്തായിരിക്കും, കുറവായിരിക്കും. കറണ്ട് കൂടുതലായിരിക്കും, വോൾട്ടേജ് എന്തായിരിക്കും, കുറവായിരിക്കും. അങ്ങനെ T1 ഫുള്ളായി ഓൺ ആവുന്ന സമയത്ത് ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും, പതിയെ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും.
ഈ C1 എന്നുള്ള കപ്പാസിറ്റർ എപ്പോഴാണ് ഡിസ്ചാർജ് ചെയ്യാന്ന് ഞാൻ വീണ്ടും പറഞ്ഞുതരാം. നമ്മൾ തുടക്കത്തിൽ ഇവിടെ എന്താണ് ഹൈ സിഗ്നൽ കൊടുത്തു, ഔട്ട്പുട്ടിൽ ലോ സിഗ്നൽ ഉണ്ടാക്കി, അത് നേരെ ട്രാൻസിസ്റ്റർ T2ൻ്റെ ബേസിലെത്തി. അപ്പോൾ ലോ സിഗ്നലിൻ്റെ ബേസിൽ വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ ഹൈ സിഗ്നൽ ഉണ്ടാവും, അത് ഹൈ വോൾട്ടേജ് ഉണ്ടാവും, നേരെ വീണ്ടും ഇവിടെ എത്തി. അപ്പോൾ ഒരു കംപ്ലീറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് വീണ്ടും ഇവിടെ ഒരു ഹൈ സിഗ്നൽ വരികയാണ്. ഹൈ സിഗ്നൽ രണ്ടാം പ്രാവശ്യം വരുമ്പോൾ T1 എന്നുള്ളതായി പെർഫെക്റ്റ് ആയിട്ട് എന്തായി ഓണായി. ആ ഒരു കണ്ടീഷനിൽ അപ്പോൾ T1 പെർഫെക്റ്റായി ഓൺ ആവുന്ന സമയത്ത് C1 എന്നുള്ള കപ്പാസിറ്റർ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യുന്നു. ഒരു സൈക്കിൾ ഫുള്ളായി ഉണ്ടാകും, ആ സമയത്ത് C1 എന്നുള്ള കപ്പാസിറ്റർ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ആവും. അപ്പോൾ ഇവിടെ T1 ലാസ്റ്റ് വന്ന് ഹൈ സിഗ്നലാണ്, സ്വാഭാവികമായിട്ടും കറണ്ട് കൂടും, പക്ഷേ അവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും, കുറവായിരിക്കും. നമ്മൾ വോൾട്ടേജ് മാത്രം കൺസിഡർ ചെയ്താൽ മതി, വോൾട്ടേജ് കുറവാണ്. പക്ഷെ അതിന് പകരം എന്ത് ചെയ്യും, ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും, ഫുൾ ചാർജ് ആയിട്ടുണ്ടാവും ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുമ്പോഴത്തേന്. ആ സമയത്ത് കപ്പാസിറ്റർ പതുക്കെ എന്ത് ചെയ്യും, നേരെ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യണേ ഒരു ഹൈ വോൾട്ടേജിന് രൂപത്തിലാണ്. അപ്പോൾ ഇവിടെ ലോ വോൾട്ടേജ് വന്നിരുന്നത് എന്ത് ചെയ്യില്ല, എന്നിട്ട് എത്തൂല. കപ്പാസിറ്ററിൻ്റെ ഹൈ വോൾട്ടേജ് എന്ത് ചെയ്യും, T2 എന്നുള്ള ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ എത്തും. നമ്മൾ പറഞ്ഞതിനൊക്കെ നേരെ തിരിഞ്ഞു പോകണേ. അപ്പോൾ കപ്പാസിറ്റർ നേരെ എന്ത് ചെയ്ത് ഒരു ഹൈ വോൾട്ടേജ് ട്രാൻസിസ്റ്റർ T2ൻ്റെ ബേസിലെത്തി. സ്വാഭാവികമായിട്ടും കളക്ടറിലുണ്ടാകുന്ന കറണ്ട് എന്തായിരിക്കും, കൂടുതലായിരിക്കും, അവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും, കുറവായിരിക്കും. നമ്മളെന്ത് ചെയ്യും, ഈ വോൾട്ടേജ് C2 എന്നുള്ള കപ്പാസിറ്റർ വഴി T1 അപ്പോൾ ആലോചിക്കുക, T1 അപ്പം എന്തായി, ഒരു ലോ സിഗ്നലിലെത്തി, ഇതുവരെ ഹൈ സിഗ്നലിലെത്തിയിരുന്നത്. അപ്പോൾ കപ്പാസിറ്റർ ഇവിടെ ഡിസ്ചാർജ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ഹൈ സിഗ്നൽ വന്നത്. അപ്പോൾ ഹൈ സിഗ്നൽ വന്നുകൊണ്ട് ഇവിടുത്തെ വോൾട്ടേജ്, ഔട്ട്പുട്ടിലുണ്ടായ വോൾട്ടേജ് കുറഞ്ഞു. ആ ലോ വോൾട്ടേജ് C2 എന്നുള്ള കപ്പാസിറ്റർ വഴി എന്ത് ചെയ്ത് ട്രാൻസിസ്റ്റർ 1ൻ്റെ ബേസിലെത്തി. അപ്പോൾ ട്രാൻസിസ്റ്റർ 1ൻ്റെ ബേസിൽ ഒരു ലോ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇവിടുത്തെ കളക്ടർ കറണ്ട് കുറയും, കൂടാതെ എന്ത് ചെയ്യും, ഇവിടുത്തെ കളക്ടർ വോൾട്ടേജ് എന്തായിരിക്കും, ഒരു ഹൈ ആയിരിക്കും. അപ്പോൾ കളക്ടർ വോൾട്ടേജ് എന്തായി, ഹൈ ആയതുകൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ ഓൺ ആയിരുന്ന സാധനം എന്തായി, ഓഫായി. അതായത് നേരത്തെ ഇവിടെ ഹൈ സിഗ്നൽ വന്നുകൊണ്ടായിരുന്നു ഓൺ ആയത്. അപ്പോൾ എന്ത് ചെയ്യും, ഇത് കുറച്ചെന്ത് ചെയ്യും, ഓഫായി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, വീണ്ടും ഒരു ഹൈ സിഗ്നൽ വന്നു. എന്തുകൊണ്ടാണ് ഹൈ സിഗ്നൽ വരാൻ കാരണം, ട്രാൻസിസ്റ്റർ 1ൻ്റെ ബേസിൽ എന്താണ്, ലോ സിഗ്നൽ വന്നുകൊണ്ടാണ് ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യും, ഒരു ഹൈ വോൾട്ടേജ് ഉണ്ടായി. പക്ഷേ അത് കറണ്ട് കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ C1 എന്നുള്ള വഴി എന്ത് ചെയ്യും, ഈ ഹൈ സിഗ്നൽ വീണ്ടും എന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യും, ട്രാൻസിസ്റ്റർ T2ൻ്റെ ഇവിടെ ഒരു ഹൈ സിഗ്നലാണുള്ളത്. അപ്പോൾ C1 എന്നുള്ള കപ്പാസിറ്റർ വഴി ട്രാൻസിസ്റ്റർ 2ൻ്റെ ബേസിലേക്ക് വീണ്ടും ഒരു ഹൈ സിഗ്നൽ കൊടുത്തു. അപ്പോൾ ഒരു സൈക്കിൾ വീണ്ടും കംപ്ലീറ്റ് ആയി. ഇവിടെ ലോ സിഗ്നൽ കപ്പാസിറ്റർ ചാർജ് ചെയ്തു, ഡിസ്ചാർജ് ചെയ്തു, വീണ്ടും ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഇവിടെ ഒരു ഹൈ സിഗ്നലാണ് വീണ്ടും വന്നത്. ഒരു സമയത്ത് T2 എന്നുള്ള എന്തായി, പെർഫെക്റ്റ് ഓൺ കണ്ടീഷൻ അല്ലെങ്കിൽ സാച്ചുറേഷൻ കണ്ടീഷനിൽ ആയി. T2 പെർഫെക്റ്റ് ഓൺ കണ്ടീഷനിലായി. അപ്പോൾ ഇവിടെ പെർഫെക്റ്റ് ഓൺ കണ്ടീഷനിലാകുമ്പോൾ എന്തുണ്ടാവും, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇവിടുത്തെ C2 എന്തായിരിക്കും, ഡിസ്ചാർജ് ആയിരിക്കും. ആ ഒരു കംപ്ലീറ്റ് സൈക്കിൾ ആകുമ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആവും. അപ്പോൾ C2 എന്ത് ചെയ്യും, വീണ്ടും ഇങ്ങോട്ട് എന്ത് ചെയ്യും, ഒരു ഹൈ സിഗ്നൽ കൊടുക്കും. കപ്പാസിറ്റർ C2 എന്നുള്ള കപ്പാസിറ്റർ ട്രാൻസിസ്റ്റർ 1ൻ്റെ ബേസിക് ഒരു ഹൈ സിഗ്നൽ കൊടുക്കും. സിഗ്നൽ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടുത്തെ കറണ്ട് കൂടും, വോൾട്ടേജ് കുറവായിരിക്കും. വോൾട്ടേജ് കുറവായി കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, ഇവിടെ T2 എന്നുള്ള ഓൺ എന്ന സാധനം ഓഫായി. അപ്പോൾ അങ്ങോട്ട് ഇവിടെ സ്റ്റേറ്റുകൾ എന്ത് ചെയ്യും, മാറിയിരിക്കും. ഫസ്റ്റ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റേജിൽ T1 ഓൺ കണ്ടീഷനിലാണ്. അപ്പോൾ എന്ത് ഔട്ട്പുട്ട് കുറവായിരിക്കും, അത് നേരെ T2ൻ്റെ ബേസിൽ കൊടുക്കും. T2ൻ്റെ ബേസിൽ ലോ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഹൈ ആയിരിക്കും, അത് വീണ്ടും ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ സമയത്ത് T1 കംപ്ലീറ്റ് ആയിരിക്കും എന്തായിരിക്കും, ഓൺ ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് സൈക്കിൾ. അപ്പോൾ T1 പെർഫെക്റ്റായി ഓൺ ആയി കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റി ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഡിസ്ചാർജ് ചെയ്ത് ഹൈ സിഗ്നൽ ഇങ്ങോട്ട് എത്തിക്കും. അപ്പോൾ ഹൈ സിഗ്നൽ ഇങ്ങോട്ട് എത്തിക്കുമ്പോൾ ഔട്ട്പുട്ടിൽ എന്താവും, ലോ സിഗ്നൽ ഉണ്ടാവില്ല, അത് വീണ്ടും ഇങ്ങോട്ട് എത്തിക്കും. അപ്പോൾ ഓൺ ആയിരുന്ന T1 എന്തായിരിക്കും, ഓഫ് ആയിരിക്കും. അപ്പോൾ T1 ഔട്ട്പുട്ടിൽ ലോ സിഗ്നൽ വന്നു കഴിഞ്ഞാലും ഔട്ട്പുട്ടിലാണ് ഹൈ വോൾട്ടേജ്, അത് വീണ്ടും കിട്ടുമ്പോൾ T2 എന്നുള്ളത് പെർഫെക്റ്റ് ആയിട്ട് ഓൺ ആയി. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഓൺ ആവുന്ന സമയത്ത് ഇവിടെ C2 എന്നുള്ള കപ്പാസിറ്റർ എന്തായിരിക്കും, പതുക്കെ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരു ഹൈ വോൾട്ടേജ് വീണ്ടും T1 അപ്പോൾ ഓഫായിരുന്ന T1 വീണ്ടും ഓൺ ആവും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഓണും ഓഫും മാറിക്കൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ പേജിലേക്കാണ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളുമാണ്. ഇത് വർക്കിങ്ങിലേക്ക് പോകുമ്പോൾ ഓരോ ട്രാൻസിസ്റ്ററിനെ പറ്റി ഓരോ ട്രാൻസിസ്റ്റർ എപ്പോഴാണ് ഓഫ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഭാഗങ്ങളാണ്. അപ്പോൾ ഇത് പോസ് ചെയ്ത് കാണും, നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക എപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് ഓൺ ആണ്, എപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് ഓഫ് ആകാത്തത്. നേരിട്ട് നമ്മൾ അസ്റ്റേബിൾ മൾട്ടി വെബേഴ്സുള്ള ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് മുന്നിലൊരു വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് എങ്ങനെ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യണമെന്ന് ജസ്റ്റ് നോക്കിക്കാണ്ട് എന്താണ് ഹൈ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്നത്, ലോ സിഗ്നൽ വന്നാൽ എന്താണ് ഔട്ട്പുട്ട്, എന്താണ് സാച്ചുറേഷൻ, എന്താണ് കട്ട് ഓഫ് അല്ലെങ്കിൽ ഓഫ് റീജിയൻ എന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രം നോക്കുക. ഇത് അതിൻ്റെ ഒരു ചെറിയതാണ്. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ T1 എന്നുള്ള എന്താണ്, ഓണാണ്. ആ സമയത്ത് T2 എന്നുള്ള എന്താണ്, ഓഫാണ്. അപ്പോൾ T1 ഓണാണ സമയത്ത് അവിടുത്തെ T1 ഓണാണ സമയത്ത് അവിടുത്തെ എന്താണ്, കളക്ടർ വോൾട്ടേജ്
വോൾട്ടേജ് എപ്പോഴും ലോ ആയിരിക്കും, പക്ഷേ കറണ്ട് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. സെക്കൻഡ് സ്റ്റേജിൽ T1 എന്നുള്ള ഓഫാണ്, ആ സമയത്ത് വോൾട്ടേജ് ഹൈ ആണ്, പിന്നെ എന്താണ്, കളക്ടർ കറണ്ട് ലോ ആണ്. ജസ്റ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ ഗ്രാഫും കൂടി ഉണ്ട്. കളക്ടർ വോൾട്ടേജ് VC1 ആണ് കളക്ടർ വോൾട്ടേജ് 1, ട്രാൻസിസ്റ്റർ 1ൻ്റെ കളക്ടർ വോൾട്ടേജ് ആണ്. VC2 ആണ് ട്രാൻസിസ്റ്റർ 2ൻ്റെ കളക്ടർ വോൾട്ടേജ് ആണ്. അപ്പോൾ നമ്മൾ ഓൺ ആവുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്താണ്, ട്രാൻസിസ്റ്റർ ഓൺ ആവുന്ന സമയത്ത് വോൾട്ടേജ് കുറവാണ്, അതുകൊണ്ടാണ് ലോ വോൾട്ടേജ് ആക്കി കാണിച്ചത്. ട്രാൻസിസ്റ്റർ ഓഫ് ആവുന്ന സമയത്ത് കളക്ടർ ഉണ്ടാക്കുന്ന വോൾട്ടേജ് കൂടുതലാണ്. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്.